السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وأصلي وأسلم على المبعوث رحمة للعالمين وعلى آله وأصحابه وأتباعه بإحسان وأهل بيته الطيبين الطاهرين ثم أما بعد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ നിമിഷങ്ങളും കടന്നു പോകുന്നത്. അല്ലാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ 1445 റമളാനിലെ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്ന, താല്പര്യപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ അതിനാവശ്യമായ ഇൽമ് അത് ആർജിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ബഹുമാനായ സലാഹുദ്ദീൻ സലാഹി ചെറിയ ചെറിയ പോയിന്റുകളായി വലിയ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ റമദാനിൽ എത്രത്തോളം നമുക്ക് അത് ഉപകാരപ്പെടുത്താം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. റമദാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കർമ്മശാസ്ത്രം ഫിഖ് എടുത്ത് നോക്കുകയാണെങ്കിൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസം വളരെ കുറവുള്ള വിഷയമാണ് കിതാബു സിയാം, നോമ്പുമായി ബന്ധപ്പെട്ട അഹ്കാമ്. തീരെ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നല്ല. ഹജ്ജ്, നോമ്പ്, ഹജ്ജ്, നമസ്കാരം, സകാത്ത് എന്നിവയുടെ അത്ര വലിയ ഒരു മേഖല കിതാബ് സിയാമിൽ ഇല്ല. അഭിപ്രായ വ്യത്യാസങ്ങളും കുറവാണ്. അതുകൊണ്ട് തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട ചില അഹ്കാമുകളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായി റമദാൻ്റെ ഫളായിലു അസ്വിയാം ഒന്ന് പെട്ടെന്ന് നമുക്ക് ഓടിച്ചു പോകാം. അതൊരു പക്ഷേ എല്ലാ ഖുതുബകളിലും പ്രസംഗങ്ങളിലും ഈ സന്ദർഭങ്ങളിൽ നിരവധി തവണ ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ നോമ്പ്, സുയാം, നോമ്പ് അതൊരു ജുന്നത്താണ് എന്നാണ്, പരിചയമാണ്. യുദ്ധക്കളത്തിലൊക്കെ ശത്രുവിൻ്റെ വെട്ട് തടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് ജുന്ന, പരിച എന്ന് പറയുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സുയാമു ജുന്ന, നോമ്പ് ഒരു പരിചയമാണ്. ദേഹേച്ഛകൾ, അങ്ങനെയുള്ള കുറേ തിന്മകളെ, കണ്ണിൻ്റെ നോട്ടങ്ങളെ, മനസ്സിനെ നിയന്ത്രിക്കുവാൻ, ഇതൊക്കെ തടുക്കുവാൻ പറ്റുന്ന ഒന്നാകണം ഏത്? നോമ്പ്. ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നോക്കി, നിങ്ങൾ നോമ്പ് പരിചയമാണ് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, റമളാനായി കഴിഞ്ഞാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുലിഖത് അബ്വാബുൻ നീറാൻ, സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. തുറക്കുന്നല്ല പറഞ്ഞത്, നരക കവാടങ്ങൾ അടക്കുമെന്നല്ല, അടക്കപ്പെടുമെന്നാണ്. അപ്പം ഇവിടെ ചോദ്യം, ആരാണ് സ്വർഗത്തിൻ്റെ കവാടം തുറക്കേണ്ടത്? ആരാണ് നരകത്തിൻ്റെ കവാടം അടയ്ക്കേണ്ടത്? അത് ഓരോരുത്തരുമാണ്. അടക്കപ്പെടും, തുറക്കപ്പെടും എന്നാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്, ഒരാൾ മൻ സ്വാമ യൗമൻ ഫീ സബീൽ, ഒരു ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ, ഒരു ദിവസം അള്ളാഹിൻ്റെ മാർഗത്തിൽ നല്ല ഈമാനും ഇഹ്തിസാബോടും കൂടി ഒരു ദിവസം നോമ്പ് നോക്കി കഴിഞ്ഞാൽ അവൻ്റെ മുഖത്തെ അവന് 70 വർഷത്തോളം നരകത്തിൽ നിന്ന് അകറ്റുമെന്നാണ്. 70 വർഷം. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഒരാൾ ഒരു ദിവസം നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ കിടഞ്ഞ് ഖന്തക്ക് ഉണ്ടാക്കും. ആ ഖന്തക്കിൻ്റെ ദൂരം പറയുന്നത് ആകാശഭൂമികളുടെ അത്ര വിദൂരമാണ്. അത്രയും വലിയൊരു കിടങ്ങ് അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഉണ്ടാകും. ഇതൊക്കെ നോമ്പിൻ്റെ മഹത്വ. റംസാൻ നോമ്പ് മാത്രമല്ല, എല്ലാ നോമ്പും. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലം. അല്ലാഹു പറഞ്ഞല്ലോ, ഫഇന്നഹു ലി, നോമ്പ് എനിക്കുള്ളതാണ്.
അപ്പോൾ നിസ്കാരം ആർക്കുള്ളതാണ്? ഹജ്ജ് ആർക്കുള്ളതാണ്? വാപ്പാനി ഉമ്മാനി ആർക്കുള്ളതാണ്? ഒക്കെ അള്ളാഹുവിനാണ്. ഇപ്പോൾ 4 മക്കളുണ്ടെങ്കിൽ ഒരു മകനെ അല്പം താല്പര്യം കൂടുതലാണെങ്കിൽ പറയും അത് എൻ്റെ കുട്ടിയാണ്, അതിനകത്ത് മറ്റ് 3 കുട്ടികൾ തൻ്റെതല്ലേ? ആണ്, എല്ലാം എൻ്റെ കുട്ടികളാണ്. പക്ഷേ അതിനോടൊരു പ്രത്യേക സ്നേഹം, മമത, സ്നേഹം, ലാളിത്യം, വാത്സല്യം, അതാണ് ഫഇന്നഹുലി, അത് എനിക്കുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ അള്ളാഹ് പറഞ്ഞു എന്ന് പറയുക. അതേപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടുക, അല്ലേ? റസൂലുള്ളാഹി പറഞ്ഞു അൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള കാലയളവിൽ വിശ്വാസികൾ ചെയ്തു കൂട്ടിയ ചെറിയ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് നോമ്പ്, റമളാൻ നോമ്പ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ അബൂ ഉമാമ അൽ ബാഹിരി റളിയല്ലാഹു അൻഹു റസൂൽ പറഞ്ഞു, അബൂ ഉമാമ പറഞ്ഞു, നബി ഒരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം, നിങ്ങൾക്ക് ചെയ്യാനാണ്. അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ മിസ്ല ലഹ്, അബൂ ഉമാമ നിങ്ങൾ നോമ്പ് നോറ്റോളി, അതിന് തുല്യമായി മറ്റൊന്നുമില്ല എന്നാണ്. ഇപ്പോൾ അള്ളാഹ് പറഞ്ഞില്ല നോമ്പ് എനിക്കുള്ളതാണ്. പണ്ഡിതന്മാരോട് ചർച്ച ചെയ്ത് എന്താ അള്ളാഹ് അങ്ങനെ പറയുന്നത്? നോമ്പ് കാരണം മറ്റ് കർമ്മങ്ങളിലൊക്കെ കുറച്ചൊക്കെ ഒരു കാപട്യം കടന്നുകൂടാൻ ചാൻസ് ഉണ്ട്. സദഖ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലൂടെ വരാൻ പാടില്ല, ആൾക്കാരൊന്ന് കണ്ടോട്ടെ, ഞാൻ അത്യാവശ്യം കൊടുക്കുന്ന ആളാണ് ഒരു തോന്നുന്നു. പക്ഷെ നോമ്പുകാരൻ അവനും അവൻ്റെ ഭാര്യയും റമളാനിൽ കിടന്നുറങ്ങാണ്, ഓന് നോമ്പുണ്ടോ ഇല്ലേ, അവൾക്ക് നോമ്പുണ്ടോ ഇല്ലേ, അവരല്ലാതെ മറ്റാരും അറിയില്ല. ഒതുണ്ടാക്കുന്നതിനിടക്ക് വായിൽ വെള്ളം കൊപ്പളിക്കുന്നതിനിടക്ക് കുടിച്ചു കഴിഞ്ഞാൽ എന്താ ആരറിയാൻ? ആരും അറിയില്ല. അതുകൊണ്ട് നോമ്പിൽ ഇഖ്ലാസ് കൂടുതലായി ഉണ്ടാകുന്നു എന്നാണ്. അതേപോലെ തന്നെ ഇനി നമ്മൾ മനസ്സിലാക്കണം റമളാന്റെ മഹത്വം. റസൂലുള്ളാഹി പറഞ്ഞു നോമ്പിന്റെ മഹത്വം തന്നെ, സ്വർഗത്തിന് ഒരു പ്രത്യേക വാതിലുണ്ട്. 8 വാതിലുകൾ സ്വർഗത്തിനുണ്ട്, 7 വാതിലുകൾ നരകത്തിനുണ്ട്. സ്വർഗത്തിനൊന്നും അധികമാണ്. അതിൽ ഒരു ബാബിന്റെ പേരാണ് യുഖാലു ലഹു അർ-റയ്യാൻ, റയ്യാൻ എന്ന പേര്. ആർക്ക് റയ്യാനിലൂടെ കടക്കാൻ സാധിക്കുക? യദ്ഖുലു മിൻഹുമുസ് സ്വായിമൂന വലാ യദ്ഖുലു അഹദുൻ ഗൈറു, നോമ്പുകാരല്ലാത്ത മറ്റൊരാൾക്കും അതിലൂടെ കയറാൻ കഴിയില്ല. അവർ കയറിക്കഴിഞ്ഞാൽ വാതിൽ അടക്കപ്പെടുന്നു. അപ്പോൾ റമളാൻ്റെ നോമ്പ് മാത്രമല്ല കേട്ടോ, അതിപ്പോൾ എല്ലാവരും നോൽക്കണാണ്. അതല്ലാത്ത തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, അയ്യാമുൽ ബീദ് നോമ്പ്, അറഫ നോമ്പ്, ആശുറാ, താസുആ, ഇങ്ങനെയുള്ള സുന്നത്തായ നോമ്പുകൾ കൂടുതലായി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ സാധിക്കുമെന്നാണ്. അതേപോലെ തന്നെ നോമ്പും ഖുർആനും ശുപാർശ പറയും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. ഇനി നോക്കി റമളാന്റെ പ്രത്യേകത, ഒന്ന് സ്വർഗ കവാടം തുറക്കപ്പെടും, നരക കവാടം അടക്കപ്പെടും എന്നാണ്. പിശാചിനെ, മോട്ട് കാണിക്കുന്ന പിശാചിനെ ചെങ്ങലക്ക് ഇടപെടുമെന്നാണ്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവരേ വരൂ, കടന്നു വരൂ. ഓഫറുകളാണ്, സമ്മാനങ്ങളാണ്. ഇതാ നിങ്ങളുടെ പ്രതിഫലം. സാധാരണ കർമ്മങ്ങൾക്ക് 10 മുതൽ 700 വരെയാണ്. നോമ്പ് അങ്ങനെയല്ല, കയ്യും കണക്കുമില്ലാതെ പ്രതിഫലം കൊടുക്കുമെന്നാണ്. വയാ ബാഗിയ ശർരി അഖ്ബിൽ, ഇതുവരെ തിന്മകളും അക്രമങ്ങളുമായി ജീവിതം തള്ളി നീക്കിയ ആളുകളെ നിർത്തുക, അവസാനിപ്പിക്കുക. റമദാനായി പരിവർത്തനം ആവശ്യമാണ് എന്ന് പറയുന്ന ഇതാണ്. അതേപോലെ തന്നെ റമദാന്റെ മഹത്വമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്റിൽ, അത് റമദാനിലാണ്, നല്ല ഈമാനോടുകൂടി. ഇപ്പം ഞാൻ പള്ളിയിൽ പോയില്ല, മറ്റോരെന്ത് വിചാരിക്കും, ഞാൻ പള്ളിയിലെ സെക്രട്ടറി ആണല്ലോ എന്ന ധാരണയിലല്ല. ആ പള്ളിയിൽ AC ഉണ്ട്, ഒന്ന് റെസ്റ്റ് എടുക്കാൻ നല്ലത് അവിടെയാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നല്ല ഈമാൻ ഈ റമദാൻ ഉപയോഗപ്പെടുത്തണം. ഇത് ഫലപ്രദമായി ഈ റമദാൻ 1445 റമദാൻ മുഖേന എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയണം. അതിന് നേരത്തെ സലാഹി പറഞ്ഞ പോലെ ഓരോ മിനിറ്റും പാഴാക്കാതെ ഖുർആൻ പാരായണം, ഖുർആൻ പഠനം, അതേപോലെ ഉംറ ചെയ്യാൻ കഴിയുന്ന ആളുകൾ അതിന് സമാനമായ കർമ്മങ്ങൾ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, കുടുംബബന്ധം ചേർത്തൽ, സദഖ കൊടുക്കൽ, ഉള്ളത് കൊടുക്കൽ, അങ്ങനെ നല്ല പ്രതിഫലം കിട്ടണം എന്നതും ഈമാനൻ വഹ്തിസാബ്, ഈ 2 നിബന്ധനകളോടുകൂടി
ഒരാൾ ലൈലത്തുൽ ഖദർ ഖിയാമുൽ ലൈൽ നമസ്കരിച്ച് ജീവിതത്തിൽ കഴിഞ്ഞു പോയ എല്ലാ ചെറു പാപങ്ങളും പൊറുക്കും. നമ്മൾ ഈ ചെറു പാപങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പം ഇനിയിപ്പോൾ വലുതിനെൻ്റെ കാട്ടി ചെറുതല്ലേ. ഞാൻ നിങ്ങളൊക്കെ ഓരോ ദിവസം ചെയ്യുന്ന, പറയുന്ന, കാണുന്ന, കേൾക്കുന്ന കൊട്ടക്കണക്കിനുള്ള പാപങ്ങൾ, ചെറുപാപങ്ങൾ അല്ലേ. അള്ളാഹു റസൂലിനോട് ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു, നബിയെ അവൾ വല്ലാത്തൊരു പെണ്ണാണ് കേട്ടോ, രാത്രി കാലത്ത് ഖിയാമുൽ ലൈലാണ്, പകലിലാണ് അവൾക്ക് സുന്നത്ത് നോമ്പാണ്, പക്ഷെ വലായ്ക്ക് ഇന്തുവീജാറ ചെറിയൊരു പ്രശ്നമുണ്ട് അവൾക്ക്. എന്താണ്? അവളെ നാവ് കൊണ്ടുണ്ടല്ലോ, അവളെ കൊണ്ട് പൊറുതി സഹിക്കൂല അയൽവക്കക്കാർക്ക്, അത്ര സ്വഭാവം ഉണ്ട്, അവൾ ദുസ്വഭാവം ഉണ്ട്. അപ്പോൾ അള്ളാഹു റസൂൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ചെറിയൊരു പ്രശ്നമല്ല, എന്നാലും ഇപ്പോൾ രാത്രി കാലം ഖിയാമുൽ ലൈലും പകൽ സുന്നത്ത് നോമ്പും കുഴപ്പമില്ല എന്നാ പറഞ്ഞു. അല്ല, എന്ത് ഗുണമുണ്ടായിട്ടെന്താ? അവൾ നരകത്തിലാണ് എന്ന്. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ എത്രത്തോളം തിന്മകൾ ചെയ്യുന്നുണ്ടാവും, വൻപാപങ്ങളല്ലാതെ അണുമണി തൂക്കും ലെവലേശം തിന്മ ചെയ്താൽ അള്ള പുറത്ത് തന്നിട്ടില്ലെങ്കിൽ അവിടെ കാണുമെന്നാണ്. ഇങ്ങനെയുള്ള ചെറിയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ റമദാൻ കൊണ്ട് സാധിക്കും എന്നറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം മഹത്വമാണ് ഇതിന് ഉള്ളത് എന്ന്. മാത്രമല്ല സഹോദരങ്ങളെ, റമദാന്റെ മഹത്വം, ലൈലത്തുൽ ഖദർ ഖുർആൻ ഇറങ്ങി എന്നതിന്റെ മഹത്വല്ലേ. ഖുർആനിൽ ഒരക്ഷരം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹസനത്തും വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു ഹസന എന്ന് പറഞ്ഞാൽ 10 ഇരട്ടിയും, അങ്ങനെ 6000 ചില്ലാനും ആയത്തുകൾ, ലക്ഷക്കണക്കിനുള്ള അക്ഷരങ്ങൾ നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി ഖത്തം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂലി എത്ര? ഇങ്ങനെയുള്ള ഖുർആൻ ഇറങ്ങി ഖുർആൻ യഹ്ദീ ലില്ലത്തി യഖൂം, ഏറ്റവും ശരിയായ വഴിയിലേക്ക് ദിശ കാണിക്കുന്ന, ഹുദൽ ലിന്നാസി, ജനങ്ങൾക്കുള്ള മാർഗദർശന ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റമദാനിലാണെന്ന് പറയുമ്പോൾ ഈ റമദാന്റെ മഹത്വം എത്രമാത്രമാണ്. റമദാന്റെ ഒരു മഹത്വം കൂടിയാണ് എന്തറിയോ, അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ആൾക്കാർ. റമദാന്റെ മഹത്വമാണ് അതിപ്പോ എന്ന് പറഞ്ഞ് പരസ്യമായി ഭക്ഷണം കഴിക്കലും, നിസ്സാരവൽക്കരിക്കലും, പരിഹസിക്കലും, റമദാന് കൊടുക്കേണ്ട ഗൗരവം കൊടുക്കാതിരിക്കലും ചെയ്തു കഴിഞ്ഞ റസൂൽ പറഞ്ഞു അല്ലേ, റഹിമ അൻഫും ബ്രിഇൻ, നാശത്തിന് വേണ്ടി റസൂൽ പ്രാർത്ഥിക്കുകയാണ്. ഒരാൾക്ക് റമദാൻ കടന്നു വന്നു, അതും കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫലം യുഗ്ഫർ ലഹ്, അവൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തി റബ്ബിലേക്ക് അടുത്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് അവൻ്റെ പാപങ്ങളൊന്നും ഈ ഒരു റമദാനിലൂടെ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നശിച്ചു അവനെന്നാണ്. അതും റമദാന്റെ മഹത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് റമദാന്റെ മഹത്വം, അതേപോലെ നോമ്പിന്റെ മഹത്വം. സഹോദരങ്ങളെ, ഈ റമദാൻ നമ്മിൽ ഉണ്ടാക്കേണ്ട ഒരു ചിട്ടവട്ടമാണ്. 30 ദിവസം 29 ദിവസം ചിട്ടയോടുകൂടി അല്ലേ. നിങ്ങൾ നോക്കി, അതുവരെ നമ്മൾ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് ഉണ്ടാക്കിയ ഒരു മുറുക്ക് വെള്ളം, ഒരു കപ്പ് ചായ, ഒരു വറ്റ് നമുക്ക് നാവിൽ വെച്ച് ഭക്ഷണം കഴിക്കൽ റമദാന്റെ പകൽ ഹറാമായിരുന്നുവെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ട് കച്ചവടക്കാരെങ്ങനെ വെട്ടിപ്പും തട്ടിപ്പും പഞ്ചരയും പൂത്തിവെപ്പും കരിഞ്ചന്തയും കൊള്ളിവെപ്പും ഉണ്ടാക്കുക. അതാണ് തഖ്വ എന്ന് പറഞ്ഞാല്. അങ്ങനെ ചിട്ട 29 ദിവസം 30 ദിവസം ഇങ്ങനെ സുബഹിക്ക് എണീറ്റ് ജമാഅത്ത് കൃത്യമായി നിർവഹിച്ച്, നാവിനെ നിയന്ത്രിച്ച്, മനസ്സിനെ നിയന്ത്രിച്ച്, നല്ല സ്വഭാവത്തോടു കൂടി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 11 മാസങ്ങൾക്കും ഒരു ഊർജം ലഭിക്കും. അതാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നോമ്പിലൂടെ തഖ്വ നേടിയെടുക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ നോമ്പിന്റെ മെയിൻ ലക്ഷ്യം എന്താണ്? തഖ്വനെ. ചില ആൾക്കാർ പറയും, ഓ നോമ്പ് നോറ്റാൽ എന്താണെന്നറിയോ, ആ പൊണ്ണത്തടിയൊക്കെ ഒന്ന് കുറയും, കുടവയറ് ചുരുങ്ങും, കൊളസ്ട്രോൾ കുറയും, ഷുഗർ നോർമലാകും, പ്രഷർ കൺട്രോളാകും. സഹോദരങ്ങളെ, ആ ഒരു നീയത്തിനാണ് നോമ്പ് വെക്കുന്നത്. ഈ കഴിഞ്ഞു വെറുതെയാണ്. നേരെ മറിച്ച് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ റമദാൻ ആയിക്കഴിഞ്ഞാൽ രാഘവൻ 25 വർഷമായി നോമ്പ് നോൽക്കുന്നു എന്ന് പറഞ്ഞ പേപ്പറിലൊക്കെ ഇനി വരും. റമദാൻ ആകുമ്പോൾ ജോർജ് 30 വർഷമായി ഫാസ്റ്റിംഗ് ആണ്. ഡോക്ടർമാർ പറയും നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ മാറും, ഫാസ്റ്റിംഗ് നടത്തിയാൽ മതി. എന്ത് ഫാസ്റ്റിംഗാ? അപ്പോൾ ഇസ്ലാമിൽ ഇങ്ങനെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നിയന്ത്രിക്കാനും കൺട്രോൾ ആകാനും അല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വരും. പക്ഷെ ഇവിടെ എന്താ പറയുക, ഈമാനും ഇഹ്തിസാബ്, ഇതിന് കൂലി കിട്ടണം, കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലം കിട്ടണം. അതുകൊണ്ടാണല്ലോ നോക്കി നമ്മൾ എൻ്റെ അൽഹംദുലില്ലാഹ് ഈ വെള്ളം കുടിച്ചപ്പോഴേക്ക്, നോമ്പ് തുറന്നപ്പോഴേക്ക് എൻ്റെ ദാഹമെല്ലാം പോയി.
എൻ്റെ ഞരമ്പുകളൊക്കെ നനഞ്ഞു, ഇൻഷാ അല്ലാഹ് ഇതിലെ കൂലി സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു തത്വ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. ഇതൊക്കെ ആമുഖമായി ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇനി ചില അഹ്കാമുകൾ പറയാൻ പോവാം. അല്ല, റമളാനായതിപ്പോൾ എങ്ങനെ അറിയാം? റമളാൻ കുറേ തമാശകളുണ്ട്, വേദനിപ്പിക്കുന്ന തമാശകളാണ്. അത് പലപ്പോഴും ഇങ്ങനെയുള്ള പള്ളികളിലെ നോമ്പ് തുറയില്ല. അപ്പോൾ സൽക്കാരത്തിനോ കെട്ടിച്ചോ അവിടെയൊക്കെ ഇങ്ങനെ ഒരു നോമ്പ് തുറ ഉണ്ടാകുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ മക്കളെ കൂടി അത് നമ്മളതല്ല മറ്റൊരിതാണ്. എന്ത് ആ ബാങ്ക് നമ്മളതല്ല മറ്റൊരിതാണ്, നോമ്പ് തുറക്കല്ലേ. ദത്താ ഇയാൾ ഇതുവരെ വെള്ളം നിറച്ച് കുടം പൊട്ടിച്ച പോലെ ഇതുവരെ നിന്നു. ഇനി നമ്മളെ ബാങ്ക് കൊടുക്കുക ഒരു 5 മിനിറ്റും കൂടി ഉണ്ട്. ഈ ഒരു ബാങ്ക് കേട്ടപ്പോൾ അയാൾ നോമ്പ് മുറിച്ചല്ലോ, നോമ്പ് നത്ത് പോയല്ലോ. അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട് സങ്കടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് എങ്ങനെയാണ് റമളാൻ ആയി എന്നറിയാം. മറ്റവർക്ക് ഇപ്പോൾ ഒന്നും നോമ്പല്ല, പെരുന്നാളായി, ഇവർക്ക് നോൽമ്പാണ്. ആ കൂടെ ഒരു വീട്ടിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ. സത്യത്തിൽ പെരുന്നാൾ നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ദിവസങ്ങളാണ്. അപ്പോൾ റമളാനായി എന്ന് സ്ഥിരപ്പെടുക രണ്ട് കാര്യങ്ങൾ കൊണ്ട്, രണ്ടാലൊരു കാര്യം കൊണ്ട്. അതിലൊന്ന് ശഅബാൻ 29 അന്ന് മാസം കാണുക എങ്കിൽ പിറ്റേ ദിവസം ശഅബാൻ 30 അല്ല, റമളാൻ 1. രണ്ടാമത്തെ അടയാളം ശഅബാൻ 29 അന്ന് മാസം കണ്ടില്ല. അതെന്ത് കാരണമാകട്ടെ, മഴ പെയ്തു, മേഘാവൃതമായി, ആകാശം നോക്കി കണ്ടില്ല, എന്ത് 29 അന്ന് മാസം കണ്ടില്ല എങ്കിൽ പിറ്റേ ദിവസം അത് ശഅബാൻ 30 റമളാൻ 1. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് റമളാൻ സ്ഥിരപ്പെടുക. ശഅബാൻ 29 അന്ന് മാസം കാണുക, ആ കാണുക എന്നുള്ള അടിവരയില്ല. അല്ലെങ്കിൽ ശഅബാൻ 30 പൂർത്തിയാക്കി പിറ്റേ ദിവസം റമളാൻ 1 മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാസം ഉറപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ ചെറിയ കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ അവരിപ്പോൾ ഇതൊന്നും നോക്കാറില്ല. മിക്കവാറും എല്ലാ വർഷവും നോമ്പും പെരുന്നാളും ഒക്കെ അവരെ കോഴിക്കോട് മുതലക്കുളം മൈതാനത്തോടെ കുറച്ച് ആൾക്കാരുണ്ടാവും. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹ് റസൂൽ പറഞ്ഞു, നഹ്നു ഉമ്മത്തുൻ ഉമ്മിയ, നമ്മൾ നിരക്ഷരായ ആളുകളാണ്, എഴുത്തും വായനയും അറിയാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഇതാ റഅയ്തുമൂഹു ഫസൂമു, ഹിലാൽ കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കുക. അത് അന്നത്തെ കാലത്ത്. ഇന്ന് ശാസ്ത്രം വികസിച്ചു, പിന്നെ ഗോളശാസ്ത്രമൊക്കെ എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണ്. ന്യൂമൂണും മറ്റുമൊക്കെ ഇന്ന് കൃത്യമായി നിർവചിക്കാൻ സാധിക്കും. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെയും കണക്കിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്കുണ്ട് ലോകത്ത് ഒന്നിച്ച് അംഗീകരിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, എന്താണ് റസൂലുള്ള പറഞ്ഞു, ഇദാ റഅയ്തുമൂഹു ഫസൂമു, മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കുക. മാസം കാണുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നിയമം. ഈ അള്ളാഹിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബി വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെയുള്ള ആളുകൾക്കുള്ളതാണ്. അള്ളാഹ്ക്ക് അറിയില്ല, കുറേ കാലം കഴിഞ്ഞ് ശാസ്ത്രം വികസിക്കും, അന്ന് ഈ ജ്യോതിശാസ്ത്രം ഇതൊക്കെ ആസ്ട്രോളമിയൊക്കെ എന്തായി വലിയ പുരോഗതി ഉണ്ടാവും എന്നൊക്കെ അറിയുന്ന അള്ളാഹു തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീയിലൂടെ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു. ആ വിഷയത്തിൽ 1-2 ഹദീസുകൾ, ധാരാളം ഹദീസുകൾ. ചില ഹദീസുകൾ നോക്കി നിങ്ങൾ, 29 അന്ന് നിങ്ങൾക്ക് ചന്ദ്രൻ ഗോപ്യമായാൽ ഫഅക്മിലു ഇദ്ദത ശഅബാൻ 30, ശഅബാൻ 30 നിങ്ങൾ കണക്കാക്കണം എന്നാണ്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇന്നല്ലാഹ ഖദ് അമദ്ദഹു ലിറുയതിഹി, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചന്ദ്രപ്രവിയെ കാണുവാൻ ഉള്ള സൗകര്യം തന്നിരിക്കുന്നു. ഫൈൻ ഉഗ്മിയ അലൈക്കും ഫഅക്മിലുൽ ഇദ്ദ, മേഘാവൃതം അങ്ങ് കാണാൻ സാധിച്ചില്ല എങ്കിൽ പിറ്റേന്ന് റമളാൻ 1 ശഅബാൻ 30 തന്നെ കണക്കാക്കണം. അതുകൊണ്ട് കാണുക എന്ന്, ഈ കാണൽ തന്നെ ഇങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് ഇപ്പോൾ ടെലസ്കോപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നോക്കി കാണുകയാണ്, കുഴപ്പമില്ല. വെറും നഗ്ന നേത്രങ്ങൾ വേണമെന്നില്ല.
ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് മാസപ്പിറവി ദർശിച്ചുവെങ്കിൽ അത് മാസമായി പരിഗണിക്കാവുന്നതാണ്. എന്നാൽ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാസം ഉറപ്പിക്കുക, റമദാനാകട്ടെ ദുൽഹിജ്ജയാകട്ടെ, ഒന്നും ഈ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ പാടില്ല എന്നത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി ആ വിഷയത്തിൽ നമ്മൾ അറിയേണ്ട മറ്റൊരു ചർച്ച, എല്ലാ ചർച്ചയും മുടിനീരിങ്ങനെ കീറിപ്പൊളിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ചർച്ചയാണ്, ലോകത്ത് എവിടെയെങ്കിലും ഒരു മാസം കണ്ടാൽ അത് അംഗീകരിച്ചുകൊണ്ട് എല്ലാ ആളുകളും, ലോകത്തുള്ള എല്ലാ ആളുകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹുക്കുമെടുക്കാൻ പറ്റുമോ? അതല്ല, ഓരോ പ്രദേശത്തിനും മാസപ്പിറവി കാണേണ്ടതുണ്ടോ എന്നാണ്. ആ വിഷയത്തിൽ കുറേ അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, എവിടെയെങ്കിലും കണ്ടാൽ മതി എന്ന ലോകത്തുമുള്ള എല്ലാ ആളുകളും, അത് പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കുക, റംസാനാണെങ്കിൽ റംസാൻ എടുക്കുക, ഇതൊരു അഭിപ്രായമാണ്. മറ്റൊരു അഭിപ്രായം, ഒരു ഇസ്ലാമിക രാജ്യത്താണ്, എത്ര വിശാലമായ ഇസ്ലാമിക രാജ്യമാണെങ്കിലും അവിടുത്തെ ഭരണാധികാരി ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള എല്ലാ ആളുകളും ആ ഹുക്കൂം പിന്തുടരൽ അനിവാര്യമാണ് എന്നാണ്. അതിൽ ഏറ്റവും ശരിയായി തോന്നുന്നു, ഞാൻ എല്ലാം പറയാതെ ഏറ്റവും ശരിയായി ഞാൻ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശരിയായി തോന്നുന്ന ചില അഭിപ്രായങ്ങളാണ് ഞാൻ പറയുക. നമ്മൾക്കൊക്കെ ഓരോ ഇഖ്ലീമുണ്ട്, ഓരോ പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളം, ഒരുപക്ഷെ തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങൾ, കർണാടകയുടെ ബാംഗ്ലൂർ പോലുള്ള മംഗലാപുരം പോലുള്ള ചില ഭാഗങ്ങൾ, അതേപോലെ ലക്ഷദ്വീപിൻ്റെ ചില ഭാഗങ്ങൾ, ആൻഡമാനിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അങ്ങനെ ഉൾക്കൊള്ളുന്ന കേരളം എന്ന് പറയുന്ന ഭൂപടം എന്നല്ല, കേരളക്കാരെന്ന് പറയുമ്പോൾ ആ ഹുക്മിൽ ആരെല്ലാം ഉൾപ്പെടുമോ അങ്ങനെയുള്ള ആളുകൾ. അതേപോലെ തന്നെ വടക്കേ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ആര് ഉൾപ്പെടുമോ, ഇന്തോനേഷ്യക്കാരെന്ന് പറയുമ്പോൾ ആര് ഉൾപ്പെടുമോ, അങ്ങനെയുള്ള ഓരോ പ്രദേശത്തെ അടിസ്ഥാനമാക്കി മാസം കാണുക എന്നുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഒരു അഭിപ്രായമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ഉപോത്പലകമായ തെളിവ് മഹാനായ ഖുറൈബിൻ്റെ ഹദീസ്, ഫളൽ എന്ന് പറയുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഖുറൈബ് എന്ന് പറയുന്ന ഭൃത്യനെ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ, മുആവിയ അന്ന് ഷാമിലാണ്, ഷാം എന്ന് പറയുന്ന ഫലസ്തീനും സിറിയ ഇസ്രായേലും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് പഴയ കാലത്ത് ഷാം എന്ന് പറയും. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അവിടെയാണ് ഭരണം നടത്തുന്നത്. അങ്ങോട്ട് അദ്ദേഹത്തെ എന്തോ ചില കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ ഫളല് ഖുറൈബ് മാസം കാണുന്നത് ഒരു വ്യാഴാഴ്ച രാത്രിയാണ്. ലൈലത്തുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രി. മദീനക്കാർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിലാണ്, അവർ മാസം കാണുന്നത് വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ ഒന്ന് വ്യാഴാഴ്ച രാത്രി, മറ്റൊന്ന് വെള്ളിയാഴ്ച രാത്രി, ഈ രൂപത്തിലാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഖുറൈബ് മദീനയിലേക്ക് മടങ്ങി വന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി സംസാരിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മാസം കണ്ടത് വ്യാഴാഴ്ച രാത്രിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ മാസം കണ്ടത് വെള്ളിയാഴ്ച രാത്രിയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഖുറൈബ് പറയുകയാണ്, മുആവിയ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്, അദ്ദേഹം ഷാമിൽ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം മദീനക്കാർക്ക് അന്ന് ഒരു നോമ്പും കൂടെ അധികമാണ്, കാരണം മാസം കണ്ട ഒരു ദിവസം പിന്നിലാണ്. അപ്പം മുആവിയ റളിയല്ലാഹു അൻഹു നോമ്പനുഷ്ഠിച്ച് കണ്ടു, അദ്ദേഹം നോമ്പനുഷ്ഠിച്ചു, അത് സ്വീകരിച്ചുകൂടെ മദീനക്കാരെ നിങ്ങൾക്ക് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ല, അങ്ങനെയല്ല കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പഠിപ്പിച്ചത് ഹകദ അമർന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും. അപ്പോൾ ആ ഒരു അഭിപ്രായമാണ് ഏറ്റവും ശരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു ഹുക്കുമാണ് റമദാൻ അറിയാത്ത ആൾക്കാർ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊക്കെയാണ് ധാരാളം മുസ്ലിങ്ങളാണ്. പഴയ കാലത്തൊക്കെയാണെങ്കിൽ മാസം മൊബൈലില്ല, മറ്റ് സംവിധാനങ്ങളിൽ രാത്രി എണീറ്റ് ആൾക്കാരെ വിളിച്ചുകൊടുത്തൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പണ്ട് ആ സ്നേഹവും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ. എന്നാൽ ജോലിക്കൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലോ മറ്റ് മുസ്ലിങ്ങൾ എണ്ണക്കുറവുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ റമദാൻ ആയത് അറിഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ഇപ്പോൾ ഹിജ്റ 2-നാണ് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്, ഹിജ്റ 2-ന്. അതിന് മുമ്പ് നോമ്പ് ആശൂറയുടെ നോമ്പായി എന്ന് പറഞ്ഞാൽ മുഹറം 10-ന്റെ നോമ്പായി നിർബന്ധമാക്കപ്പെട്ടിരുന്നത്. സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലം ഗോത്രത്തിലുള്ള ഒരാളോട്
ഇങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു, അൻമൻ ഖാന അകൽ ഫൽയസും ബഖിയത സൗമിഹി. ഇന്ന് ആശൂറ ആണ്. ഇന്ന് നേരം വെളുത്തപ്പോൾ ആരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കാത്ത ആളുകളുണ്ടോ എങ്കിൽ ഫൽയസും, അവൻ ബാക്കിയുള്ള ദിവസം നോമ്പ് അനുഷ്ഠിക്കട്ടെ. ഫഇന്നൽ യൗമ യൗം ആശൂറ, ഇന്ന് ആശൂറയിൻ്റെ ദിവസമാണ്. അപ്പോൾ നേരം വെളുത്തപ്പോൾ റമദാനാണെന്ന് അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആള് ഇന്നിപ്പോൾ ഏതായാലും നോമ്പ് കിട്ടിയില്ല, അവന് ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിക്കേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, പ്രവാസികൾ ഗൾഫ് രാജ്യത്തും നമ്മുടെ നാട്ടിലും ഒരേ ദിവസമാണ് നോമ്പ് തുടങ്ങിയതും അവസാനിച്ചതുമെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ ഗൾഫ് രാജ്യത്തിൽ ഒരു ദിവസം ആരംഭിച്ചു, നമ്മുടെ നാട്ടിൽ ഒരു ദിവസം വൈകിയാണ് നോമ്പ് എങ്കിൽ അവിടെ 30, ഇവിടെ 30 ആണ് എങ്കിൽ ഗൾഫിൽ നിന്ന് ഇവിടെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 31 കിട്ടും. എന്നാൽ 28 നോമ്പുമില്ല, 31 നോമ്പുമില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് സൗദി അറേബ്യയിൽ നോമ്പ് ആരംഭിച്ചത്, നമ്മുടെ നാട്ടിൽ ശനിയാഴ്ചയാണ് ആരംഭിച്ചത് വിചാരിക്കുക. ആ മാസം അവിടുത്തുകാർക്കും ഇവിടുത്തുകാർക്കും ഒക്കെ ഫുള്ള് നോമ്പ് കിട്ടി, 30 കിട്ടി. ആ സമയത്ത് ഗൾഫിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഒരാൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം 30 ആയിരിക്കും, നമ്മുടെ നാട്ടിലായിരിക്കും അന്ന് 29 ആയിരിക്കും. പിറ്റേ ദിവസം ഈ നാട്ടിലുള്ള ആൾ 30 ആയിരിക്കും, അയാളെ സംബന്ധിച്ചിടത്തോളം 31 ആയിരിക്കും. അപ്പോൾ അയാൾ 31ാമത്തെ ഒരു ദിവസം നോമ്പെടുക്കുകയാണോ വേണ്ടത്, അതല്ല അയാൾ പെരുന്നാൾ ആഘോഷിക്കുകയാണോ വേണ്ടത്? ഇനി ഇതേ അവസ്ഥ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആൾക്കുണ്ടാവും. അവിടെ നോമ്പ് നമ്മളെക്കാൾ ഒരു ദിവസം മുമ്പ് തുടങ്ങി, ആ വർഷം ഇവിടെയും അവിടെയും ഒക്കെ 29 വിചാരിക്കുക. എങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ പോയ ആൾക്ക് 28 നോമ്പേ കിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഓരോ നാട്ടിലും എന്താണോ അവിടെ നോമ്പാണോ എങ്കിൽ നോമ്പ് എടുക്കുക. അത് 31 ആയാലും ശരി. അവിടെ ചിലപ്പോൾ പെരുന്നാളായിരുന്നു, തനിക്ക് 28 കിട്ടിയിട്ടുള്ളൂ എങ്കിൽ അത് പെരുന്നാളായി എടുക്കുക. എന്നിട്ട് നഷ്ടപ്പെട്ട ഒരു നോമ്പ് പിന്നീട് നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത് എന്നാണ്. ഇനി അതേപോലെ നോമ്പിനെ വിധി നമ്മൾ പറയേണ്ടത് എല്ലാവർക്കും അറിയാം. റമദാന നോമ്പ് നിർബന്ധമാണ് എന്ന വിധി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നോമ്പ് നിർബന്ധമില്ലാത്ത കുറേ ആൾക്കാർ, അതായത് നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ കൂലി കിട്ടാത്ത കുറേ ആൾക്കാർ, അതിലൊന്നാണ് കാഫിർ. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഇത്ര ദിവസം ഇത്ര വർഷമായി നോമ്പ് നോൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രതിഫലവും ഇല്ല എന്നാണ്. നോമ്പ് നോൽക്കട്ടെ, അവർക്ക് ശാരീരികമായ എന്തെങ്കിലും ഗുണം കിട്ടും എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു അമുസ്ലിമായ ഒരാളുണ്ട് എങ്കിൽ അവിടുത്തെ ഭരണാധികാരി ഇയാൾ നിർബന്ധമായി നോമ്പ് നോൽക്കണം, ഇവിടെ ഉള്ളവരൊക്കെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പാടില്ല എന്നർത്ഥം. കാരണം അയാൾക്ക് നോമ്പ് നിർബന്ധമില്ല. രണ്ടാമത്തത്, നോമ്പ് നിർബന്ധമില്ലാത്തവരാണ് കുട്ടികൾ എന്ന് വിചാരിച്ച് കുട്ടികളെ നോമ്പ് നോൽക്കരുത്, കുട്ടികൾ നോമ്പ് നോൽക്കൽ ഹറാമാണ്, അവർ നോമ്പ് നോറ്റാൽ കൂലിയില്ല എന്നല്ല. നേരെ മറിച്ചാണ് കുട്ടികളെ കഴിയുന്നത്ര നോമ്പ് നോൽക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുക. ചൊട്ടയിലെ ശീലം ചുടല വരെ ഉണ്ടാവുക. നമ്മൾക്കൊക്കെ നമ്മളെ കുട്ടികൾ ചെറിയ കുട്ടികളായിരിക്കും. ഇപ്പോൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചില പെൺകുട്ടികൾ ആ ഉമ്മാക്കും വാപ്പാക്കും കുട്ടി തന്നെ ആയിരിക്കും. പുറമക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ കെട്ടിക്കാൻ അയക്കുന്നോ ചിന്തയായിരിക്കും. അതുകൊണ്ട് വസ്ത്രധാരണത്തിൽ എന്ന പോലെ തന്നെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ, നോമ്പിൻ്റെ കാര്യത്തിലൊക്കെ രക്ഷിതാക്കൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ നോമ്പ് നോൽപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യണം. നമ്മളെ പൂർവികരുടെ ചര്യ അങ്ങനെയാണ്. റുബയ്യ ബിൻത് മുഅവ്വദ് റളിയല്ലാഹു അൻഹാ, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ സഹോദരിയാണ്, അമ്മായിയാണ്, പിന്നെ ഖാലത്താണ്. അവർ പറയാണ്, കുന്നാ നസൂമു വനുസവ്വിമു സിബിയാനനാ, ഞങ്ങൾ നോമ്പ് നോൽക്കാറുണ്ട് എന്ന് മാത്രമല്ല ഞങ്ങളെ കുട്ടികളെയും നോമ്പ് നോൽപ്പിക്കാറുണ്ട്. ആ കുട്ടികൾ
വിശന്ന് കരഞ്ഞാൽ അവര് ഇതിൽ ശ്രദ്ധ തെറ്റിപ്പിക്കുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കളിക്കാൻ വേണ്ടി കൊടുക്കും. കളിക്കാനുള്ള എന്തെങ്കിലും ഉപകരണങ്ങളോ രോമം കൊണ്ടുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ കൊടുക്കുമോ, അങ്ങനെ നോമ്പ് നോൽക്കാൻ അവരെ പ്രേരിപ്പിക്കുമായിരുന്നു. നമ്മളേതായാലും ആ സലഫുസാലിഹ്യങ്ങളെക്കാൾ കൂടുതലായി കുട്ടികളെ സ്നേഹിക്കണ്ട. എൻ്റെ കുട്ടി സ്കൂളിൽ പോവുകയാണ്, ഓൻ ചുമക്കുന്ന ബാഗിൻ്റെ വലുപ്പം, അവന് സ്കൂൾ ബസ്സിൽ തിരക്ക്, അതുകൊണ്ട് എൻ്റെ കുട്ടിയെ നോമ്പ് നോൽക്കണ്ട എന്നല്ല പറയേണ്ടത്. വളരെ പ്രയാസപ്പെടുത്തി നോമ്പ് നോൽപ്പിക്കണം എന്നല്ല സൂചിപ്പിക്കുക. പക്ഷെ നമുക്കറിയല്ലോ, നീ നോക്കി കുട്ടികൾക്കൊക്കെ താല്പര്യം നോമ്പ് നോൽക്കാനായിരിക്കും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉമ്മാനോട് പെൽച്ചക്ക് എണീപ്പിക്കണം എന്ന് പറയുമ്പോൾ ഉമ്മ ഈ സ്നേഹം കൊണ്ട് നമ്മളെ വിളിച്ചിട്ടില്ല, ഈ നേരം വെക്കുമ്പോൾ ദേഷ്യക്കാരൻ ഏത് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ വാശി കുറേ നേരം നോമ്പിൽ ഉള്ളവനെ പോലെയൊക്കെ നിൽക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല എങ്കിലും അവരെ നോമ്പ് നോൽപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, പ്രോത്സാഹിപ്പിക്കണം. പിന്നെ നോമ്പ് നിർബന്ധമില്ലാത്ത മൂന്നാമത്തെ ഒരു വിഭാഗമാണ് ഭ്രാന്തന്മാർ. അവർക്ക് നോമ്പ് എന്നല്ല, ഇസ്ലാമിൻ്റെ അഹ്കാമുകളൊന്നും അവർക്ക് നോമ്പില്ല, നിസ്കാരമില്ല, ഹജ്ജില്ല. അതിൽ ഉൾപ്പെടും വാർദ്ധക്യമായി നമ്മൾ അത്തും വിത്തുമൊക്കെ ആയി എന്ന് പറയല്ലോ, അങ്ങനെ എന്ന് പറയാൻ എന്താ ചെയ്യുന്നത്, എന്താ പറയുന്നത്, ഒന്നൊരു ഭ്രാന്തനെ പോലെ ആയ വാർദ്ധക്യ സഹജമായ ആൾക്കാർ, വെറും വാർദ്ധക്യമല്ല, മറിച്ച് വാർദ്ധക്യമായി ഭ്രാന്തനെ പോലെ പറയുന്നത് എന്താണ്, ചെയ്യുന്നത് എന്താണ്, ഒന്നും ഓർമ്മയില്ലാത്ത ആൾക്കാർ. അങ്ങനെയുള്ള ആളുകൾക്കും നോമ്പില്ല, മറ്റു മതശാസനങ്ങളില്ല. ഭ്രാന്തനാട്ടെ ഈ പറഞ്ഞ ആളുകളാട്ടെ നോമ്പ് നഷ്ടപ്പെടുത്തിയതിന് പകരമായി ഫിദിയ കൊടുക്കേണ്ടതില്ല. അവർ മജ്നൂനിൻ്റെ ഹുക്കുമാണ് അവർക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നോക്കി നിങ്ങൾ, മറ്റ് നോമ്പ് നിർബന്ധമില്ലാത്ത മറ്റൊരു വിഭാഗം ആളുകളാണ് രോഗികൾ. അൽ മരീർ വമൻ കാന മിൻകും മരീദൻ, നിങ്ങൾ രോഗികളാണ് എങ്കിൽ റമളാൻ നോമ്പ് നിർബന്ധമില്ല. രോഗികളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, രോഗി എന്ന് പറയുമ്പോൾ ആരാണ്? ഇപ്പം ഇന്നിപ്പോൾ ഈ ദിവസങ്ങളിൽ ജലദോഷമില്ലാത്ത ആൾക്കാർ കുറവേക്കാണ്, കഫക്കെട്ടില്ലാത്ത ആൾക്കാരും കുറവായിരിക്കും. കാരണം കാലാവസ്ഥ ഇങ്ങനെ മാറുകയാണല്ലോ. ഈ റംസാനൊക്കെ ആകുമ്പോൾ തണുപ്പുള്ള കുടിച്ചും ഒക്കെ ആയിട്ട് കുറേ പ്രയാസമാണ്. അപ്പോൾ എല്ലാവരും പറയാം കഫക്കെട്ടുണ്ട്, ചുമയുണ്ട്, ജലദോഷമുണ്ട്, തലവേദന, ഞാൻ റംസാൻ നോമ്പ് വിൽക്കുന്നില്ല. അങ്ങനെയല്ല. ഒരു നിസ്സാരമായ ഇതൊക്കെ മടിയും അതേപോലെ തന്നെ കാപട്യവുമാണ് അങ്ങനെ പറയുന്ന ആൾക്കാർ. ഒരാൾക്ക് പ്രയാസമാണ്, നോമ്പ് നോറ്റ് പ്രയാസമാണ്, അവരാണ് രോഗികൾ. അല്ലെങ്കിൽ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അവർ രോഗം മൂർച്ഛിക്കും, എങ്കിൽ നോമ്പ് വിൽക്കണ്ട. അല്ല, ഇനി നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് ജീവൻ തന്നെ അപകടത്തിലാകുമെങ്കിൽ അങ്ങനെയുള്ള നോമ്പ് നോൽക്കൽ ഹറാമ് തന്നെയാണ്. അപ്പം ഇതാണ് രോഗികളുടെ അവസ്ഥ. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നോമ്പ് ഒഴിവാക്കണം എന്ന് വിചാരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഈ രോഗികൾ, ഇനി മറ്റൊരു രൂപത്തിൽ രോഗികൾ നമ്മൾ വീതിച്ച് നോക്കുക. ഒന്ന് നിത്യരോഗികളാണ്. നിത്യരോഗികൾ ഇനി അവർക്ക് ഒന്നുകിൽ ഷുഗർ ആയിരിക്കും, ക്യാൻസർ ആയിരിക്കും, അവർക്ക് ഒരിക്കലും നോമ്പ് നിൽക്കാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വരും, ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇടയ്ക്ക് മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. ഇത്രയും നീണ്ട മണിക്കൂർ ഇതിന് ബ്രേക്ക് ചെയ്യാൻ നിൽക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകൾ അത് ഇനിയുള്ള ജീവിതം മുഴുവൻ അങ്ങനെ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് നോമ്പ് നിൽക്കാൻ കഴിയില്ല. അവർ അതിന് പകരമായി ഫിദിയ കൊടുക്കണം. രണ്ടാമതൊന്ന്, താൽക്കാലികമായ നോമ്പ്, താൽക്കാലികമായ രോഗം. ഒന്നുകിൽ റമദാൻ ഒരു ഓപ്പറേഷൻ്റെ അവസ്ഥ വന്നു, അല്ലെങ്കിൽ റമദാനിലെ രോഗം വന്നു, നോമ്പ് നിൽക്കാൻ കഴിയണില്ല. അത് ഇൻഷാ അല്ലാഹ് മാറും, ആരോഗ്യത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ താൽക്കാലിക രോഗികൾ അവർ റമദാനിലെ നോമ്പ് ഒഴിവാക്കി പിന്നീട് എത്രയും പെട്ടെന്ന് രോഗം മാറിക്കഴിഞ്ഞാൽ നോമ്പ് നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും മാറാത്ത രോഗികൾ എന്ന് പറഞ്ഞാൽ അതിന് സമാനമാണ് വാർദ്ധക്യമായി നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആൾക്കാർ. നേരത്തെ വാർദ്ധക്യമായ ആൾക്കാരെ കുറിച്ച് പറഞ്ഞു, അവരല്ല അവരെന്താ വാർദ്ധക്യമായി അത്തും വിത്തുമായ ആളുകളാണ്. അങ്ങനെ നമ്മൾ പറയാം, അത്തും വിത്തുമായിട്ട് അവരെന്താ ചെയ്യുന്ന അറിയില്ല, അവർക്ക് ഒരു ഹുക്കുമില്ല. നോമ്പ് കലാ വീട്ടും വേണ്ട, അവർ ഫിദിയ കൊടുക്കും വേണ്ട. ഇതങ്ങനെയല്ല, ഓർമ്മക്കൊരു തകരാറുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, രോഗമൊന്നുമില്ല, പക്ഷേ വാർദ്ധക്യം കൊണ്ട് വയസ്സുകൊണ്ട് ഇപ്പം കഴിയില്ല. അങ്ങനെയുള്ള ആളുകളും ഒരു നോമ്പിന് പകരമായി അവരുടെ നോമ്പിന് പകരമായി ഫിദിയ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താ ഫിദിയ? പ്രായച്ചിത്തം ഒരു നോമ്പിന് പകരമായി ഒരാൾക്ക്, ഒരു സാധുവിന് സംശയമല്ല, മുസ്ലിമാണ്,
ഒരു മുസ്ലിമായ ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. അങ്ങനെ 30 നോമ്പ് പോയി എങ്കിൽ 30 സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ നല്ലതായിരിക്കും ഒരു എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കാൻ കഴിയില്ല എങ്കിൽ വീട്ടിൽ നോമ്പുതുറ ഉണ്ടാക്കിയിട്ട് 30 സാധുക്കളെ, എല്ലാവരെയും അല്ല കേട്ടോ, സാധുക്കളെ ഫക്കീറിനെ വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കട്ടും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയാം, ഖാദിം റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സേവകനാണ്, റസൂലിൻ്റെ പ്രാർത്ഥനയ്ക്ക് വിധേയനായ വ്യക്തിത്വമാണ്. നബിയെ ഈ കുട്ടിക്ക് അനസിന് ദീർഘായുസ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഹിജ്റ 92 അതിന് ശേഷമൊക്കെയാണ് അനസ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അദ്ദേഹത്തിന് വാർദ്ധക്യമായപ്പോൾ അവസാന കാലത്ത് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ചെയ്തിരുന്നത് ഭക്ഷണമുണ്ടാക്കി, ഖുബ്സും ലഹമും, റൊട്ടിയും കറിയും മാംസവും ഒക്കെ ഉണ്ടാക്കി എത്ര നോമ്പാണോ നഷ്ടപ്പെട്ടത് അത്രയും ആളുകളെ ഇതിലേക്ക് ക്ഷണിക്കലായിരുന്നു. അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, മറ്റൊന്ന് ഭക്ഷണം കൊടുക്കാം, അത് പാഴ്സലായി കൊടുക്കുകയും ചെയ്യും. ഇനി അതല്ല, ഇതിന് പകരം അരിയാണ് കൊടുക്കേണ്ടത്, അങ്ങനെ ചെയ്യാം. അത് നമ്മുടെ നാട്ടിലൊക്കെ മുത്ത് കൊടുക്കുക, മുത്തല്ല, മുദ്ദാനിയാണ്. 2 മുദ്ദാണ്. 2 മുദ്ദ് എന്ന് പറയുമ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല. ഒരു 1,300 1,500 ഇടയ്ക്ക് ഒരു 1,300 കൊടുത്തു. അപ്പോൾ ഒരു നോമ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 1,300 അരി കൊടുക്കുക. ഇപ്പോൾ ഒരു വീട്ടിൽ 10 ആൾക്കാരുള്ളതെങ്കിൽ അങ്ങനെ കൊടുക്കും. ഇനി മുഴുവൻ ഒരാൾക്ക് തന്നെ ഒരു വീട്ടിൽ തന്നെ കൊടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി നോക്കി, രോഗി തന്നെ ഒരു കാര്യം കൂടെ അറിയണം. അയാൾ റമദാൻ നിത്യരോഗിയല്ല, രോഗം മാറും ഉറപ്പ് അയാൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ റമദാൻ കഴിഞ്ഞിട്ട് മാറിയില്ല, ഇങ്ങനെ നീണ്ടുപോയി. രോഗം മാറി അയാൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയും, ആ നീയത്തിലാണ്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അയാൾ അതിൻ്റെ ഇടയ്ക്ക് മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ക്ലിയറായി മനസ്സിലാക്കണം, രോഗം പെട്ടെന്ന് വന്നതാണ്, റമദാൻ രോഗം വന്നു, റമദാൻ കഴിഞ്ഞ് നോമ്പ് നോൽക്കണം, ഭേദമാകട്ടെ, പക്ഷേ ഭേദമായില്ല, അതിൻ്റെ ഇടയ്ക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് നോമ്പ് ഖളാ ഇല്ല, പകരം നോറ്റ് വീട്ടേണ്ടതില്ല, പകരം ഫിദിയ കൊടുക്കേണ്ടതുമില്ല. എന്നാൽ റമദാൻ രോഗം വന്നു, അത് മാറിയപ്പോൾ അയാൾ വിചാരിച്ചു സമയമുണ്ടല്ലോ, കുറച്ച് ദിവസം കഴിഞ്ഞ് നോമ്പ് നോൽക്കാൻ വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അയാളുടെ ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ നോമ്പ് അയാൾക്ക് വേണ്ടി നോറ്റ് വീട്ടണം, അല്ലെങ്കിൽ അയാൾ ഒരു നോമ്പിന് ഒരു നേരത്തെ ഭക്ഷണം എന്ന രൂപത്തിൽ കൊടുക്കുകയാണ് വേണ്ടത്. ഇതാണ് നോമ്പ് ആർക്കൊക്കെയാണ് പാടുള്ളത് പാടില്ലാത്തത് എന്ന് പറഞ്ഞത്. അതിൽപ്പെട്ട മറ്റൊന്നാണ് ആർത്തവകാരികളും പ്രസവരക്തമുള്ള സ്ത്രീകൾ. അവർക്ക് നോമ്പ് വെക്കാൻ പാടില്ല. അതിപ്പോൾ മഗ്രിബിന് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഹൈൽ ഉണ്ടായത് എങ്കിലും അന്നത്തെ നോമ്പ് കഴിഞ്ഞു, അത് പിന്നീട് ഖളാ വീട്ടണം. മുആദ റളിയല്ലാഹു അൻഹ വലിയ പണ്ഡിതയാണ്, താബിഈയത്താണ്. അവരൊരിക്കലും ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, മാ ബാലുൽ ഹഈദി, എന്താ ഈ ആർത്തവകാരിൻ്റെ കാര്യം? അവർക്ക് ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിസ്കാരം ഖളാ വീട്ടണ്ട, നോമ്പ് ഖളാ വീട്ടണല്ലോ, എന്താ അപ്പം അങ്ങനെയാണ്? അപ്പോൾ ആയിഷ റളിയല്ലാഹു കുറച്ച് ഗൗരവത്തോടു കൂടി പറയും, ഈ ഹറൂറിയത്തെ പേഴ്ച കക്ഷിയിൽപ്പെട്ട ആളാണ് ഹറൂരിയാക്കൽ, അതിൽപ്പെട്ട സ്ത്രീയാണോ നീ? അല്ല, ഞാൻ അതൊന്നുമല്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഞങ്ങളോട് അങ്ങനെ റസൂൽ എന്ന് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുക, മെൻസസ്സുള്ള സ്ത്രീകൾ നിസ്കാരം ഖളാ വീട്ടണ്ട, നോമ്പ് ഖളാ വീട്ടണം. അപ്പോൾ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ആരംഭിച്ചെങ്കിൽ അന്നത്തെ നോമ്പ് നഷ്ടമായി. അതേപോലെ സ്ത്രീകൾ മനസ്സിലാക്കണം, രാത്രി കിടന്നപ്പോഴൊക്കെ ഉണ്ട്, പിന്നെ സുബഹിക്ക് അത്താഴത്തിന് എണീറ്റപ്പോൾ നിലച്ചിട്ടുണ്ട്, പക്ഷെ കുളിച്ചിട്ടില്ല, വൃത്തിയായിട്ടുണ്ട് പക്ഷെ കുളിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നേരം വെളുത്ത അന്നത്തെ നോമ്പ് കിട്ടുമോ ഇല്ലേ? അത് നോമ്പ് നോൽക്കണം, കുളിച്ചിട്ടില്ലെങ്കിലും ശരി. ആർത്തവം നിലച്ചു എന്നറിയുന്ന 2 രൂപത്തിൽ, ഒന്ന് രക്തം ഇല്ലാതെയാകുക, അല്ലെങ്കിൽ ഖുസ്സത്തുൽ ബൈള, ഒരു വെളുത്ത ദ്രവം ഉത്ഭവിക്കുക. ഇതിൽ 2ൽ ഏതെങ്കിലും ഒന്നുണ്ടായി കഴിഞ്ഞാൽ ആർത്തവം നിലച്ചു. പിന്നെ കുളിക്കണം. ആ കുളിക്കുന്ന എന്തിനാണ്? നിസ്കരിക്കാനും ഖുർആൻ സ്പർശിക്കാനും പള്ളി കയറാനും ഒക്കെ, തവാഫ് ചെയ്യാനും, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുബഹിക്ക് മുമ്പ് ഒരു സ്ത്രീ കുളിക്കാതെ വൃത്തിയായി കഴിഞ്ഞാൽ അവർ നോമ്പെടുക്കൽ നിർബന്ധമാണ്. അത് ഒരിക്കലും അവർ നോമ്പിനെ ബാധിക്കുന്നതല്ല എന്നാണ്. ഇസ്തിഹാത്തുള്ള സ്ത്രീകൾ ഉണ്ടാവും. ഇസ്തിഹാദ് എന്ന് പറയുമ്പോൾ ആർത്തവ രക്തമല്ല,
അതേപോലെ തന്നെ പ്രസവ രക്തമല്ല, മറിച്ച് രോഗമാണ്. അത് ചിലപ്പോൾ മാസത്തിൽ മിക്ക ദിവസവും ഉണ്ടാവും, വർഷം മുഴുവൻ ഉണ്ടാവും. ബ്ലീഡിങ് എന്ന് പറയും. അത് ഒരിക്കലും ആർത്തവകാരിയുടെ ഹുക്കുമല്ല അവർക്കുള്ളത്. അവർ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം. എത്ര ദിവസമായിരുന്നു മുമ്പ് അവർക്ക് ആർത്തവം ഉണ്ടായിരുന്നത് അത്രയും ദിവസം, ആ ദിവസങ്ങൾ ആർത്തവ ദിവസമായി കണക്കാക്കി ആ ഹുക്കുമായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടാവും, പക്ഷെ അത് ആർത്തവമല്ല. ആ ദിവസങ്ങളിൽ അവർക്ക് സാധാരണ പോലുള്ള നിയമമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ കുറച്ച് റുഖ്സയുള്ള ആളുകളാണ് ഗർഭിണികൾ. നോമ്പ് നോൽക്കൽ നിർബന്ധമില്ലാത്ത ആളുകളാണ് ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും. അവിടെയും ചിലപ്പോൾ വരുന്നൊരു പാകപ്പിഴവ് എന്തെന്ന് വെച്ചാൽ, ഗർഭിണിയായ നോമ്പ് നോൽക്കരുത് എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തണം. നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ തനിക്കോ കുഞ്ഞിനോ പ്രശ്നമാകും, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നോമ്പ് നോൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ്, ഗർഭിണികളാണ്, മുലയൂട്ടുന്നവരാണ് നോമ്പ് ഒഴിവാക്കേണ്ടത്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് യാതൊരു പ്രശ്നമില്ല എങ്കിലോ അവർ നോമ്പ് എടുക്കണമെന്നാണ്. എത്ര നോമ്പാണോ നഷ്ടപ്പെട്ടത് അത്രയും നോമ്പ് പിന്നീട് അവർ ഖളാ വീട്ടുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഫിദിയ ഒന്നും കൊടുക്കേണ്ടത്. പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. അതിലേറ്റവും ശരിയായി നമ്മൾ കാണുന്ന അഭിപ്രായമാണ് പറയുന്നത്. പൊതുവെ സ്ത്രീകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, അത് കേൾക്കുമ്പോൾ നമുക്കറിയാം അതിലെന്തോ ചില അലസതയുണ്ട് എന്ന് പറഞ്ഞാൽ പറയും, കഴിഞ്ഞ വർഷം ഞാൻ ഉസ്താദെ ഗർഭിണിയായിരുന്നു, ഇപ്പം മുലയൂട്ടലായി, 1-2 കൊല്ലത്തെ നോമ്പിട്ട് എന്താ ഇപ്പം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇളവ് അനുവദിച്ചു കൊടുക്കണം എന്ന രൂപത്തിൽ ചോദ്യം. ശരിയാണ്, ഗർഭിണിയാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. പ്രസവിച്ച് കഴിഞ്ഞ ഒരു 5-6 ഒക്കെ മാസം കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലിക്ക് പോകുന്നൊരു ടീച്ചറാണ് എങ്കിൽ വേണ്ട, ഗൾഫിലേക്കൊക്കെ പോകുന്ന ചില സ്ത്രീകളെ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവരൊന്നും അല്ലെങ്കിലും ശരി, പ്രസവിച്ച് കഴിഞ്ഞാൽ 1 മാസം ആകുന്നതിന് മുമ്പൊക്കെ പോകാറുണ്ട്. നമ്മളെ സ്ത്രീകളും ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലിക്ക് പോകാറുണ്ട്. വേണ്ട, മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ടല്ലോ. എങ്കിൽ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞാൽ ആഴ്ചയിൽ 1-2 നോമ്പെടുക്കാൻ കഴിയില്ലേ? അത് അവൾക്കും പ്രശ്നമാവില്ല, കുട്ടിക്കും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ അടുത്ത റമദാൻ ആകുന്നതിന് മുമ്പ് ആ നോമ്പ് പൂർത്തിയാക്കാമായിരുന്നു. ഒരിക്കലും മുലയൂട്ടുന്നവളാണ് എന്ന് പറഞ്ഞ് 1-2-3 വർഷമൊക്കെ നോമ്പ് ഇങ്ങനെ ബാക്കിയാക്കി ഇടുക എന്ന് പറഞ്ഞാൽ അത് ഈ നോമ്പിനോട് കാണിക്കുന്ന ഒരു അനാദരവാണ് എന്നാണ് മനസ്സിലാക്കുക. അലസതയായിരിക്കും അത്. അതുകൊണ്ട് അവരൊക്കെ ചെയ്യേണ്ടത് നോമ്പ് ഖളാ വീട്ടുകയാണ്. പിന്നീട് ആ വിഷയത്തിലുള്ള മറ്റൊരു ചോദ്യം, അറിവില്ലാത്ത കാലത്ത്, ദീനില്ലാത്ത കാലത്ത് കുറേ നോമ്പ് ഒഴിവാക്കിയിട്ട്, കുറച്ചൊക്കെ ഒരു പക്ഷേ മുതിർന്ന പല ആളുകൾക്ക് ഇത് പറയാനുണ്ട്, എന്താ ഇപ്പം ചെയ്യുക, നിങ്ങൾ എത്ര ഒഴിവാക്കിയതൊരു കണക്കൊന്നുമില്ല. എന്താ ഒഴിവാക്കി, അത് അങ്ങനെ ഒഴിവാക്കി, അന്നാ അങ്ങനെ ഒരു ജീവിതം, അവരെന്താ ചെയ്യാം? ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞു അവർ ചെയ്യേണ്ടത് എത്രയാണോ നഷ്ടപ്പെട്ട അത്ര ഖളാ വീട്ടുക. എന്നാൽ ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, അതിലൊരു ഖാഇദ പറയുന്നു, സമയബന്ധിതമായി ചെയ്യേണ്ട ഒരു ആരാധന അത് മനഃപൂർവ്വം ഒഴിവാക്കുകയാണെങ്കിൽ, മറന്നുകൊണ്ടല്ല, രോഗം പോലുള്ള കാരണങ്ങളാലല്ല, മറിച്ച് മനഃപൂർവ്വം അത് സമയബന്ധിതമായിരുന്നു എങ്കിൽ ഇനി ഒരു ഖളാ വീട്ടല്ല വേണ്ട. ഖളാ വീട്ടുന്നതിൻ്റെയൊക്കെ അപ്പുറമാണ്, വലിയ തെറ്റാ ചെയ്തത്. ഖളാ വീട്ടിയൊന്നും തീരൂല. അതുകൊണ്ട് അവർ ചെയ്യേണ്ടത് റബ്ബിലേക്കാണ് ഇസ്തിഗ്ഫാർ നടത്തുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, സുന്നത്ത് നോമ്പ് എടുക്കുക. ഇതാണ് ഇപ്പം റമദാൻ എന്ന് പറഞ്ഞാൽ റമദാൻ മാത്രം നോൽക്കേണ്ട നോമ്പാണ്. എന്തെങ്കിലും രോഗം, യാത്ര പോലുള്ള കാരണങ്ങളാൽ ഉണ്ട് എങ്കിൽ അവർക്ക് മാറ്റി നിർത്താം. എന്നാൽ മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനി അതിൻ്റെ പിന്നാലെ പോകേണ്ട, അതിനെ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക, കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇതാണ് ആ വിഷയത്തിൽ ചെയ്യേണ്ടത് എന്നാണ്. ഇനി ഒരു ഭാഗം കൂടെ ഉണ്ട്, യാത്രക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. യാത്രക്കാർ ഒരു പ്രയാസമില്ലാത്തൊരു യാത്രയൊക്കെ ആണ് എങ്കിൽ റമദാൻ്റെ ഒരു മഹത്വം മറ്റു മാസങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ആ റമദാന് നോമ്പെടുക്കൽ തന്നെയായിരിക്കും നല്ലത്. എന്നാൽ യാത്രക്കാരന് ഇളവ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇളവ് ഉണ്ട് യാത്രക്കാരന്.
അത് ഇന്നത്തെ കാലം, അന്നത്തെ കാലം, ഇന്ന് ഫ്ലൈറ്റിൽ, മുമ്പ് ഒട്ടകപ്പുറത്ത്, ഇന്ന് പിന്നെ ആകാശത്തിലൂടെ, മുമ്പ് മരുഭൂമിയിൽ, ഒന്നും പറയണ്ട. അയാൾ യാത്രക്കാരനാണോ, നോമ്പ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, അയാൾക്ക് ഇളവുണ്ട്. ഇപ്പൊ ഈ കുറെ ഇളവുള്ള ആളെ കുറിച്ച് പറയുമ്പോഴും അവരൊക്കെ മനസ്സിലാക്കേണ്ടത്, പാർത്തകാരിയെക്കുറിച്ച് പറഞ്ഞു, രോഗിയെക്കുറിച്ച് പറഞ്ഞു, യാത്രക്കാർ, അവരൊക്കെ ഇളവുണ്ട്. ഇളവുണ്ടെന്ന് വിചാരിച്ച് നോമ്പിനെ പരിഹസിക്കരുത്, റംസാനെ പരിഹസിക്കരുത്. അതെങ്ങനെ? ഒരാൾ യാത്രക്കാരൻ ബസ് സ്റ്റാൻഡിൽ നിന്നാണ്ട് നല്ല താടിയും കാര്യങ്ങളൊക്കെ, നിസ്കാരത്താമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആളിങ്ങനെ സർബത്ത് കുടിക്കണേ, ലേമ കുടിക്കണേ, എൻ്റെ ഒന്നിനും ഞാൻ യാത്രക്കാരൻ, എനിക്ക് നോമ്പ് നിർബന്ധമല്ല. അതൊരു ശരിയല്ല. ആർത്തവകാരികൾ വീട്ടിലൊക്കെ എന്താ ചെയ്യല്? കുട്ടികളെ മുമ്പിൽ ഒന്നിച്ചിങ്ങനെ ഭക്ഷണം കഴിക്കുക അല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് അറിയാത്ത രൂപത്തിൽ ചെയ്യാണ്. ഇതേപോലെ ഒരു റമദാനോടൊരു ആദരവ് കാണിക്കണം, ഒരു പരിഹാസം കാണിക്കാൻ പാടില്ല. അപ്പോൾ യാത്രക്കാർ വേണമെങ്കിൽ, ഇപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങൾ നോമ്പ് റംസാനിലാട്ടെ യുദ്ധത്തിന് പോകാറുണ്ട്, അതെ, ഞങ്ങളുടെ കൂട്ടം നോമ്പ് നോൽക്കുന്ന ആൾക്കാരുണ്ട്, നോമ്പ് ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴി പറയാറില്ല എന്ന്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഞങ്ങൾ ചിലപ്പോൾ യാത്രയിലായിരിക്കും, ഞങ്ങൾ ചൂടിൻ്റെ ആധിക്യത്താൽ കൈ ഇങ്ങനെ തലയിൽ വെക്കും, അത്രമാത്രം ചൂടാണ്. ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്കും നോമ്പില്ല. അള്ളാഹിൻ്റെ റസൂലിനും അതേപോലെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആണ് നോമ്പുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു സഹാബിയുടെ പേരും പറഞ്ഞു, ഇവർക്കല്ലാതെ മറ്റൊരാൾക്കും നോമ്പില്ല. അങ്ങനെ നോമ്പ് വിൽക്കാറുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഞങ്ങൾ മക്ക വിജയത്തിനാണ് റംസാനെ പോകുന്നത്. മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ നോമ്പിലാണ്, എല്ലാവരും നോമ്പിലാണ്, യുദ്ധത്തിന് പോകുമ്പോൾ. അങ്ങനെ മക്കയോടടുത്ത് ഖുറാഉൽ ഗമീം എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നവരെ എല്ലാവരും നോമ്പിലാണ്. അവിടെ എത്തിയപ്പോൾ റംസാന്റെ പകലിൽ നോമ്പുകാരൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആളുകളുടെ മുന്നിൽ വെച്ച് വെള്ളം കുടിച്ചു. കാരണം എന്തേ? യുദ്ധത്തിന് ഒരു പക്ഷേ ഏറ്റുമുട്ടലുണ്ടാവും. അപ്പം അങ്ങനെ വാടിത്തളർന്ന് ക്ഷീണിച്ച് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എല്ലാവരും നോമ്പ്. കുറച്ച് കഴിഞ്ഞ് റസൂലിനോട് പറഞ്ഞു, റസൂലേ, കുറച്ച് ആൾക്കാർ ഇനിയും നോമ്പ് മുറിച്ചിട്ടില്ല, അവരിപ്പോൾ നോമ്പിലാണ്. എന്താ റസൂൽ പറഞ്ഞു? ഊലായിക്കൽ ഉസാദ്, ധിക്കാരമാണ് അവർ ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു. അപ്പോൾ ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് റുഖ്സ സ്വീകരിക്കാം, നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. എന്നാൽ ഒരാൾ പറഞ്ഞില്ല, ഞാൻ നോമ്പ് ഒഴിവാക്കില്ല, ഞാൻ റംസാൻ നോമ്പ് എടുക്കുകയാണ്, യാത്രയിലാണ് എന്ന് പറഞ്ഞാൽ അയാളെ ആക്ഷേപിക്കേണ്ടതില്ല എന്നാണ് ആ വിഷയവുമായി നമ്മൾ സൂചിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ ആനുകൂല്യങ്ങളുള്ള കുറേ ആളുകളാണ്. ഇനി കുറേ വിഷയങ്ങൾ ഒരു പക്ഷേ നമ്മൾ നോമ്പിൽ ചോദ്യങ്ങളിൽ വരും. അതിലൊന്നാണ് എന്തെന്നറിയോ, എങ്ങനെ നോമ്പ് മുറിയാം, നോമ്പ് എങ്ങനെ മുറിയാം? ചില ആളുകൾ പറയും, അനാവശ്യമായ സംസാരങ്ങളിൽ അശ്ലീലകരവും ആഭാസവുമായ പ്രവർത്തനങ്ങൾ നോമ്പ് മുറി. അത് നോമ്പ് മുറിയില്ല. നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? അയാൾക്ക് ഇനിയിപ്പോൾ അയാൾ കുറേ റമദാൻ നോമ്പ് നോറ്റ്, ചില ആളുകൾക്ക്, കുറച്ച് വയസ്സായ ആൾക്കാർക്ക് ദേഷ്യം കൂടെ മൂക്കത്തുണ്ടല്ലോ, റമദാൻ ആയിക്കഴിഞ്ഞാൽ പെരും ചീത്തയ്ക്ക. കുട്ടികൾ കളിക്കാനും പാടില്ല, തൊടാനും പാടില്ല, പിടിക്കാനും പാടില്ല, മുഖത്തെ നോക്കിയാൽ പെരും ദേഷ്യം. ചിലപ്പോൾ ഇതൊക്കെ പറയും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അയാളെ നോമ്പ് മുറിയില്ല. അയാളിങ്ങനെ കാണും, 4 ദിവസം ഞാൻ അപ്പോൾ എൻ്റെ പേരക്കൂട്ടിനെ ചീത്ത പറഞ്ഞു, അതുകൊണ്ട് ആ 4 ദിവസം ഞാൻ കഥ കൂട്ടണം, വേണ്ട, നോമ്പ് മുറിയില്ല. പക്ഷേ കൂലിയൊന്നുമില്ലാതെ കുറേ കുറ്റങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവും. റസൂൽ പറഞ്ഞു, റുബ്ബ സ്വാഇമീൻ, എത്രയോ നോമ്പുകാർ, അവർക്ക് ആ നോമ്പിന് കിട്ടിയത് വിശപ്പും ദാഹം ഉണ്ടായി, നല്ല കൂലിയൊന്നും കിട്ടിയിട്ടില്ല. എത്രയോ രാത്രി നിസ്കരിക്കുന്ന ആൾക്കാർ ഉറക്കം നഷ്ടപ്പെട്ടു, നല്ല കൂലി കിട്ടിയിട്ടില്ല. അവർക്ക് നോമ്പ് പോകില്ല, പക്ഷെ കൂലി പോകും എന്നാണ്. അപ്പോൾ നോമ്പ് എങ്ങനെ നഷ്ടപ്പെടും? ഒന്ന്, ജിമാ ഫി നഹാരി റമദാൻ, റമദാന്റെ പകൽ സമയത്ത് ഭാര്യ ഭർത്ത ബന്ധം എന്നാണ്. അത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നോമ്പ് നോൽക്കൽ നിർബന്ധമുള്ള ഭാര്യ ഭർത്താക്കന്മാർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു യാത്രയിലായിരുന്നു, നോമ്പില്ല, അല്ലെങ്കിൽ രോഗികളായിരുന്നു 2 പേരും, നോമ്പില്ല. അങ്ങനെയല്ല, റമദാൻ നോമ്പ് നോൽക്കേണ്ടവരാണ്, നിർബന്ധമായവരാണ്. റമദാന്റെ പകലിൽ അവര് ഒരു കുഞ്ഞ് ഉണ്ടാകുന്ന രൂപത്തിലുള്ള ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ അതീവ ഗുരുതരമാണ്. കഫാറാത്തുൽ മുഗല്ലദ കൊടുക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ട്. ഒരു സഹാബി വന്നു, അഹ്ലക്തു, നബിയെ നശിക്കുകയും ചെയ്തു, നശിപ്പിക്കുകയും ചെയ്തു. എന്താ കാര്യം? അതിങ്ങനെ റമദാന്റെ പകലിൽ ഇങ്ങനെ ഉണ്ട്. ആതിഖ് റഖബ,
ഒരു അടിമയാണ് മോചിപ്പിച്ചോ? കഴിയില്ല നബി, ഒരടിമനെ മോചിപ്പിക്കാൻ കഴിയുക. എന്നാൽ 2 മാസം തുടർച്ചയായി നോമ്പ് പറ്റോ? ഈ റമദാനെ കൊണ്ട് തന്നെ കഴിയുന്നപ്പോൾ 2 മാസത്തിനെ കൊണ്ട് എങ്ങനെ കഴിയാൻ? എന്നാലേ 60 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കും. കഴിയില്ല നബി, എന്നാ അവിടെ ഇരിക്കുന്നു പറഞ്ഞു. കുറേ കഴിഞ്ഞിട്ട് ഒരു കൊട്ടയിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഹദി കിട്ടി, കുറേ കാരക്ക കിട്ടി. എവിടെ മറ്റേ ആൾ ഇങ്ങോട്ട് 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 വാ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. എന്താ ഇത് മദീനയിലെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്നു. അപ്പോൾ അതെങ്ങനെ ചോദിച്ചു? ഞങ്ങളെക്കാൾ പാവപ്പെട്ടവരോ മദീനയിലോ? അതില്ല കേട്ടോ നബി, അങ്ങനെയല്ല. അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ പല്ല് കാണുന്ന രൂപത്തിൽ ചിരിച്ച് നെയ്യ എൻ്റെ കുടുംബം തിന്നു എന്ന് പറഞ്ഞു. എന്നാ അപ്പോൾ ഈ ഹദീത്ത് കുറേ ഫവായിദുകളുടെ അതിലൊന്നാണ് റമദാൻ്റെ പകൽ സമയത്ത് എന്താണ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ തെറ്റാണ്. പ്രവാസികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി രണ്ടാമത്, ഇതിന് സമാനമായി മനഃപൂർവ്വം ഇൻസാൽ മനി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ അയാൾ സ്വയം കയ്യാൽ അയാളെ പ്രവർത്തിയാൽ അങ്ങനെ സംഭവിക്കും. ഇന്ദ്രിയ സ്ഖലനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇഹ്തിലാമല്ല. ഇഹ്തിലാം എന്ന് പറഞ്ഞാൽ സ്വപ്നസ്കലനം. അയാളിങ്ങനെ റമദാനിൽ പള്ളിയിൽ വീട്ടിൽ കിടക്കുകയാണ്, കുറേയൊക്കെ ഓതി അതിനിടയ്ക്ക് ഉറങ്ങി, അങ്ങനെ ഇഹ്തിലാം ഉണ്ടാകും. അതൊരിക്കലും അയാളെ നോമ്പിനെ ബാധിക്കുന്നതല്ല. ഏതുപോലെ റമദാൻ്റെ പകലിൽ മറന്നുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചാൽ മറന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. സ്ത്രീകളൊക്കെ ഇങ്ങനെ അരി കയറുകയാണെങ്കിൽ അപ്പോൾ ഒരു അരിമണിയൊക്കെ വായിക്കിട്ടാണെങ്കിൽ അടിച്ചു നോക്കി, ഓ ഇന്നത്തെ നോമ്പ് പോയി. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെയൊക്കെ ചൂടല്ലേ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അതോ അസർ വരെ പോയിട്ട് ഇന്നത്തെ പോവില്ല. അവനെ നോമ്പ് പൂർത്തിയാക്കട്ടെ. അള്ളാഹു അവനെ കുടിപ്പിച്ചു, അള്ളൊരു ബോണസ് കൊടുത്തതാണ്, അതിന് വിഷമിക്കേണ്ടതില്ല എന്നാണ്. അപ്പം ഇതേപോലെ സ്വന്തം ഇഖ്തിയാറോട് കൂടിയല്ല ഇഹ്തിലാം ഉണ്ടാകുന്നത്, അയാളെ നോമ്പ് നഷ്ടപ്പെടുന്നില്ല. അയാൾ കുളിച്ചാൽ മതി, നോമ്പിനത് ബാധിക്കുന്നില്ല. പക്ഷേ സ്വന്തം ഇഷ്ടപ്രകാരം അയാൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഏതായാലും നോമ്പ് മുറിയുന്ന കാര്യമാകുന്നു എന്നാണ്. മൂന്നാമത്തതൊന്ന് മനഃപൂർവ്വം ഭക്ഷണം കഴിക്കാനാണ്. ഇതൊക്കെ മനഃപൂർവ്വമായിരിക്കണം, മറന്നുകൊണ്ടാകരുത്. ഇക്റാ കൊല്ലു തന്നെയാണ്. അത് മര്യാദയ്ക്ക് ഗ്ലാസ് വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല കേട്ടോ, ഇക്റാഹോട് കൂടിയാണെങ്കിൽ. അപ്പോൾ ഇഖ്തിയാർ സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വം ആണ് ഒരാൾ, അറിഞ്ഞുകൊണ്ടാണ് ഒരാൾ ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്നത് എങ്കിൽ അത് നോമ്പ് മുറിയുന്ന കാര്യമാകുന്നു എന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ചിലപ്പോഴൊക്കെ, ഇന്നത്തെ കാലത്ത് അതിന് പ്രസക്തിയില്ല എങ്കിലും, ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചില്ലേ, അസ്തമിച്ചു എന്ന ധാരണയിൽ നോമ്പ് മുറിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സൂര്യനെ കാണുന്നു എങ്കിൽ അത് അയാളെ നോമ്പിനെ ബാധിക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. റസൂലുള്ളാഹി അവരോട് നോമ്പ് മടക്കി നിർവഹിക്കാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. ഇതേപോലെ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും എന്ന പോലെ അതിന് സമാനമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതിന് സമാനമായെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഗ്ലൂക്കോസ് വെക്കുക. ഗ്ലൂക്കോസ് കഴിഞ്ഞവർ കഴിച്ചാലോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്താൽ ഇവരെ എനർജി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, നോമ്പ് മുറിയുന്നതാണ്. എന്നാൽ ശരീരത്തിൽ അല്പം എന്തെങ്കിലും കുത്തിവെപ്പ് നടത്തി, എന്തെങ്കിലും ഒരു മരുന്ന് അയാളുടെ ശരീരത്തിൽ കുത്തിവെപ്പ് നടത്തി എന്നുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല എന്നാണ്. മറ്റൊന്ന് കൊമ്പ് വെക്കുക. ഇന്നത്തെ കാലത്ത് ഹിജാമ എന്ന് പറയും. ഹിജാമ അത് നോമ്പ് മുറിയുമോ ഇല്ലയോ എന്നുള്ളത് പണ്ഡിതന്മാർക്ക് വലിയ ചർച്ചയുള്ള ഒരു വിഷയമാണ്. അതിൻ്റെ ചർച്ചയ്ക്കുള്ള കാരണം എന്ന് വെച്ചാൽ അല്ലാഹു റസൂൽ പറഞ്ഞു അഫ്തൽ ഹാജിമു വൽ മഹ്ജൂം, കൊമ്പ് വെച്ചവനും വെക്കപ്പെട്ടവനും നോമ്പ് മുറിഞ്ഞു. എന്നാൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ കൊമ്പ് വെച്ചു എന്നുള്ള ഹദീത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടാണ്. അതിന് ആ കൂടെ ചുരുക്കം പറയുകയാണെങ്കിൽ റമദാന്റെ പകൽ സമയത്ത് കൊമ്പ് വെക്കുക, അതിന് സമാനമായി ബ്ലഡ് ഡൊണേഷൻ, ഇതൊക്കെ പകൽ സമയത്ത് നടത്താതിരിക്കലാണ് നല്ലത്. ഇനി ഒരാൾ അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് അയാളെ നോമ്പ് മുറിയുകയില്ല എന്നാണ് വലിയ ഒരു പക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിൻ്റെ അർത്ഥം ചെറിയൊരു പക്ഷം പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ നോമ്പ് മുറിയും എന്ന അഭിപ്രായം തന്നെയാണ് ഉള്ളത് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതേപോലെ മനഃപൂർവ്വം ഛർദ്ദിക്കുകയാണ് എങ്കിൽ നോമ്പ് മുറിയുന്നതാണ്. നോമ്പിൻ്റെ സമയത്ത് ആർത്തവ പ്രസവ രക്തമുണ്ടായി കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നതാണ്. ഇനി നോമ്പ് മുറിയുമെന്ന് ധരിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനാപത്തുകാരനായി ഉണർന്നാൽ അത് നോമ്പ് മുറിയുന്നതല്ല. ഇഹ്തിലാം, റമദാന്റെ പകൽ സമയത്ത് സ്വപ്നസ്കലനുണ്ടായി കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നതല്ല. മറന്നുകൊണ്ട് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയുന്നതല്ല.
മറ്റൊന്ന് റമദാനിൻ്റെ പകൽ സമയത്ത് ഉച്ച കഴിഞ്ഞാൽ പല്ല് തേക്കാൻ പാടില്ല എന്നൊരു ധാരണ നാട്ടിലുണ്ട്. അത് ശരിയല്ല. മറിച്ച് റസൂല പറഞ്ഞത് ലൗല അൻ അശുഖ അല ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് പ്രയാസം ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാ നിസ്കാരത്തിൻ്റെ കൂടെയും എല്ലാ ഉദുവിൻ്റെ കൂടെയും പല്ല് തേക്കാൻ ഞാൻ അവിടെ നിർബന്ധിക്കുമായിരുന്നു എന്നാണ്. ഇത് പറഞ്ഞ റസൂല് എന്നാൽ റംസാൻ ആണെങ്കിൽ കുഴപ്പമില്ല, റംസാൻ നിങ്ങൾ പല്ല് തേക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മുഅല്ലഖായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ റമദാൻ നന്നായി പല്ല് തേച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഭാര്യയെ സ്പർശിക്കുക, ഭാര്യയുടെ കൂടെ കിടക്കുക, ഭാര്യയെ ചുംബിക്കുക, ഇതൊന്നും നോമ്പ് മുറിയുന്നതല്ല. പക്ഷെ ശ്രദ്ധയുണ്ടാകണം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ വകാന അംലകും ഇറബൻ, വികാരത്തെ നന്നായി നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്ന ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലെ നോമ്പ് മുറിയാത്ത മറ്റൊന്നാണ് ഭക്ഷണം ടേസ്റ്റ് നോക്കുക. നാവിൽ തുമ്പത്ത് ഇങ്ങനെ വെക്കുമ്പോൾ എരിവുണ്ടോ പിന്നെ പുളിയുണ്ടോ മധുരമുണ്ടോ നോക്കാൻ സാധിക്കുമല്ലോ, അതിന് കഴിയില്ല. ആ വിഷയത്തിൽ ചില സംഭവങ്ങൾ നോക്കി നിങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ മുഅല്ലഖായി കൊടുക്കുന്ന ഹദീസുകളാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വസ്ത്രം നനച്ച് ശരീരത്തിൽ ഇടുമായിരുന്നു നോമ്പുകാരനായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ AC-യിൽ ഇരിക്കാം, അതേപോലെ തണുപ്പ് കൊള്ളാം, യാതൊരു കുഴപ്പമില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ബാത്റൂമിൽ കയറുമായിരുന്നു നോമ്പുകാരനായിരിക്കുമ്പോൾ, തെറ്റില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിങ്ങൾ ചട്ടിയിലൊക്കെ ടേസ്റ്റ് നോക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്. മഹാന ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഉള്ള ആളുകൾക്ക് വായിൽ വെള്ളം കൊപ്പിളിക്കാം, അതേപോലെ തണുപ്പ് അയാൾക്ക് ആസ്വദിക്കാം എന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നിങ്ങൾ നോമ്പുകാരനായിരിക്കെ മുടിയിൽ എണ്ണ തേക്കാം, മുടി വാരാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പിന്നെ കുറേ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിൻ്റെ പകലിലും ആദ്യത്തിലും അവസാനത്തിലൊക്കെ പല്ല് തേക്കുമായിരുന്നു എന്നാണ്. ഇങ്ങനെ കുറേ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി ലാ ബഅസ ബിസ്സിവാക് റത്ബ്, പച്ചപ്പുള്ള ഈ ബിസ്വാക്ക് കൊണ്ട് പല്ല് തേക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ്. ഹസൻ അൽ ബസരി, അനസ് റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി അവരൊക്കെ കുഹൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു, പിന്നെ സുർമ ഉപയോഗിക്കാം എന്നാണ്. അതേപോലെ തന്നെ ചെവിയിൽ മരുന്നൊഴിച്ചാൽ നോമ്പ് മുറിയില്ല, കണ്ണിൽ മരുന്നൊഴിച്ചാൽ നോമ്പ് മുറിയില്ല, മൂക്കിൽ മരുന്നൊഴിക്കരുത്, അത് നോമ്പ് മുറിയാൻ കാരണമായേക്കാം. അതേപോലെ തന്നെ ചില ആളുകളുടെ ധാരണ നോമ്പുകാരൻ നീന്താൻ പാടില്ല, ഊളിയിടാൻ പാടില്ല, മുങ്ങിക്കുളിക്കാൻ പാടില്ല, ഏതിനോ വഴികളിലൂടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നു, അതൊക്കെ തെറ്റാണ്. പക്ഷെ നീന്താൻ അറിയാത്ത ഒരാൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ആളുകളാണ് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഇനി റമദാൻ്റെ അഹ്കാമുകളുമായി ബന്ധപ്പെട്ടുണ്ട്. ഇനി അല്പസമയം നമുക്ക് എന്തെങ്കിലും സംശയം, ഞാൻ പറയുന്നതിലപ്പുറം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, അതായിരിക്കും നല്ലത് എന്ന് വിചാരിക്കുന്നു. അതാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.